നൈറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഓഫ് കിട്ടിയപ്പം എവിടെയെങ്കിലും കറങ്ങാൻ പോകാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നീ ഷോപ്പിങ്ങിനാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ബേബിച്ച ഇന്ന് എനിക്ക് ഓഫ് തീരുവല്ലേ, നാളെ മുതൽ ഡ്യൂട്ടിക്ക് പോകണ്ടേ. ബേബിച്ചിനെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ട് വേണ്ടേ പോവാൻ, ഷോപ്പിംഗ് ചെയ്യണ്ടേ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കറങ്ങാൻ പോകാനായിട്ട് ഞാൻ ഇനി ടിൻഡറിലും എല്ലാം എല്ലാവരെയും തപ്പാം. ബെസ്റ്റ്, ഷോപ്പിങ്ങിന് പോവാം. ഹായ് കുർക്കുറി. $2 10 രൂപയുടെ സാധനത്തിന് $2 200 രൂപ 100 രൂപ 10 എണ്ണം മേടിക്കാനുള്ള പൈസയാ ഇത്. ചുക്കല്ലേ, ചുക്കിന് $20, 25, 100, 1000 രൂപ. ചുക്കില്ലെങ്കിൽ ഒരു ചുക്കുമില്ല. ആഹാ, നാട്ടിലെ പൊറോട്ടയൊക്കെ കൊള്ളാം, പക്ഷേ 350 രൂപയോ? ഓ, നാട്ടിൽ എന്ത് പൊറോട്ട തന്നെ 350 രൂപയ്ക്ക്? നാട്ടിൽ നിന്ന് വരുന്നതല്ലേ പൊറോട്ട. ബേബിച്ച ഫ്രോസൺ ഇടിയപ്പം എടുക്കട്ടെ. ഫ്രോസൺ ഇടിയപ്പം സ്റ്റീം ചെയ്താൽ മതി. ഫ്രോസൺ എൻ്റെ പട്ടി തിന്നും. പട്ടിക്ക് കൊടുക്കാം. കള്ളോ? ഇവിടെ ഇത് കൊള്ളാലോ. ഇത് രണ്ടെണ്ണം അടിക്കാൻ ഇനി എന്നെ ഒപ്പിക്കുന്നത്. കൊള്ളാലോ. എനിക്കൊരാഗ്രഹം. ഓ, എനിക്കറിയാം, കപ്പയല്ലേ, ഞാൻ ദേ എടുത്തിട്ടുണ്ട്. അതൊരാഗ്രഹം. വേറൊരാഗ്രഹം. വേറെന്താ? ഇച്ചിരി കള്ളപ്പം കഴിച്ചാലോ? ഇവിടെ എവിടെയാ കള്ള്? കള്ള് കിട്ടിയാൽ കള്ളപ്പം ഉണ്ടാക്കാവോ? കിട്ടിയാലല്ലേ. കള്ളുണ്ടല്ലോ. ഇവിടെ ഉണ്ടോ? ആ, പിന്നെ നല്ല നാടൻ കള്ള്. നമുക്ക് ഇത് വെച്ച് അപ്പം ഉണ്ടാക്കിയാലോ? ഇതിന് മാത്രം കള്ളെന്തിനാ? അല്ലേ, കപ്പയുടെ കൂടെ കഴിക്കാലോ. കപ്പ തിരിച്ചു വെച്ചേക്കാം. നീ കപ്പ വെച്ചോ, കള്ളെന്തായാലും ഞാൻ തിരിച്ചു വെക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് ഇന്ന് ഒരു ദിവസമേ ഓഫുള്ളൂ. കള്ളും കപ്പയും, ഞാൻ പോവാ. നാട്ടിലെ സാലറിയാണ് ഇവിടെ കിട്ടുന്നത്. കൺവേർഷൻ ആ, ഒരുങ്ങി വേണ്ടേ പോവാൻ. $10. 500 രൂപ. ഇവിടെ വന്ന് ബൈക്ക് മേടിച്ച ആളാണ് ഈ പറയുന്നത്. കറങ്ങി നടക്കാമല്ലോ. നീ ഇതൊന്നും കണ്ണെഴുതിയിട്ട് എൻ്റെ കൂടെ വരുന്നില്ലല്ലോ. പിന്നെന്തിന്? ഓക്കെ എന്നാ. എന്ത് മോശമാണ് ബ്രോ എന്നോട് കാണിച്ചേ. ഹോട്ടലിലൊക്കെ താമസിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ 25 പേരോടെ കൂടെ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ശരിയാക്കടാ, അതൊന്നും പ്രശ്നമില്ല. ഇനി ഒന്നും അറിയണ്ട കേട്ടാ, എനിക്കൊരു ജോലി കിട്ടിയാലേ ശരിയാവത്തുള്ളൂ. ബ്രോ വിചാരിച്ചാ പറ്റും. അതൊക്കെ നടക്കൂടെ, നമുക്ക് നോക്കാം. നമുക്ക് ഉല്ലാസണ്ണനെ ഒന്ന് വിളിച്ച് നോക്കിയാ പോരെ. നല്ല മുറ്റ സാധനം. കുറച്ച് കുഴപ്പം സാധനം തീരാറായി. കാര്യം ഇല്ല, ഇത് ലാസ്റ്റ് ഗ്ലാസ്സാണ്. വെളിയിൽ പോയി സാധനം വാങ്ങിക്കേണ്ടി വരും. നമുക്ക് ഒന്നാമത് ടച്ചിങ്സും ഇല്ല. ആണെങ്കിൽ വെളിയിൽ പോയി അടിച്ചിട്ടൊക്കെ വരാം. ഇത് നമ്മുടെ സാബു. ഉല്ലാസണ്ണ വീട്ടിലുണ്ടാ? ഉണ്ടല്ലേ, പിന്നെ അല്ലാതെ എവിടെ പോയി? എനിക്ക് അണ്ണനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ? പിന്നെന്ത്, വീക്കെൻഡ് അല്ലേ? നോ പ്രോബ്ലം, പെട്ടെന്ന് വാ. ഓക്കെ. നിൽക്കി, ഒരു മിനിറ്റ്, നീ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത്. നീ വരുമ്പോഴേ ഒരു കുപ്പി എടുക്കാൻ പറ്റുമോ? വാങ്ങാലോ, വാങ്ങാണ. കുഴപ്പമില്ലല്ലോ. നമുക്ക് പൈസ ഉണ്ടോ അതിൻ്റെ? ഉണ്ട് ഉണ്ട് ഉണ്ട്, പൈസ ഉണ്ട്. അണ്ണ പേടിക്കണ്ട, ഞാൻ ഇപ്പം എത്താം. ശരി, അപ്പം നമുക്ക് വരുമ്പോൾ കാണാം. ഹലോ.
ആ എടി അനുജെ, നീ എന്തെടുക്കുക? ഞാനിവിടെ ചാരു കസേരയിൽ ഇരുന്ന് കാലുമേ കാലും കെട്ടി വെച്ച് വിശ്രമിച്ചോണ്ടിരിക്കുന്നു. എന്ത് പറ്റി സാബു? എടി, എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു $60 ഇടാവോ? എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ആകെ $12 ഉള്ളൂ. അതെന്ത് പറ്റി? എടി, ആ ഉല്ലാസണ്ണനെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുപ്പി അതാണ് വാങ്ങിച്ചോണ്ട് രാജാവിനെ കാണാൻ ചെല്ലുന്നു. അവിടെ ചെന്ന് അയാളുടെ പൊങ്ങച്ചവും കേട്ട് അതെല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. എന്തുവാ സാബു ഇത്? കുപ്പി വാങ്ങാൻ കള്ളു കുടിക്കാനും എൻ്റെ കയ്യിൽ പൈസയില്ല സാബു. നിങ്ങൾക്ക് കുറേ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരോടെങ്ങാനും പോയി കടം ചോദിക്കും കേട്ടോ. ശരി എന്നാൽ. എടാ മോനെ, നിൻ്റെ കയ്യിലുണ്ടോ ഒരു $60 മറക്കാൻ? $60 അല്ലേ? ഞാൻ തരാം ചേട്ടാ. അതെ, മതി. നമ്മളെ തേക്കാൻ വരുന്നത് സാബു. നമ്മളൊരെണ്ണം കൊടുക്കണ്ടേ? അപ്പം തിരിച്ചൊരെണ്ണം കൊടുക്കണ്ടേ? ഇങ്ങോട്ട് തേക്കാൻ വന്നു കഴിഞ്ഞാൽ അണ്ണാ ഇവനല്ലേ മറ്റേ നമ്മുടെ മനീഷിന്റെ കൂടെ നടക്കുന്നവൻ. അത് തന്നെ അണ്ണാ അവനെ ഒരു ഉടായ്പ്. അണ്ണാ അവന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലേ? കംപ്ലീറ്റ് ഉടായ്പ ടീമുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമല്ലേ? അപരാധം തന്നെ. ഞാൻ കാണിച്ചു തരാം. ജനകീയനാണ്. ജനകീയൻ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. നമ്മൾ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത, ലൈക്ക് ചെയ്ത എല്ലാവർക്കും, എല്ലാ ചങ്കുകൾക്കും താങ്ക് യു. ഇന്നൊരു അടാർ സാധനമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ? ഡിഫെൻഡർ. കണ്ടോ? ആദ്യമായിട്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരു പുത്തൻ ഡിഫെൻഡർ മേടിക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾ കാരണം ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഈ ഡിഫെൻഡർ മമ്മൂട്ടിയും ഷാറുഖ് ഖാനും ഒക്കെ ഓടിക്കുന്നത് കണ്ടു കാണും, പുറത്തുനിന്ന് കണ്ടു കാണും. അകത്ത് എന്താണെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഫോർ യു. അപ്പോൾ ഇതാണ് സാധനം. എഞ്ചിൻ എന്ന് പറഞ്ഞ ഓഫ് റോഡും ഓൺ റോഡും നല്ല ആൺകുട്ടിയാണ്, പറക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, പെട്രോൾ അടിച്ച് ഞാൻ മരിക്കും. പെട്രോൾ അല്ല, സോറി, ഡീസലാണ്. കാര്യങ്ങൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെ എല്ലാം നടന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലും ഈ സപ്പോർട്ട് കാണണം. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് വീക്ക് സീ യു വിത്ത് സംതിങ് ന്യൂ. താങ്ക് യു. ഇവന്റെയൊക്കെ തൊലിക്കട്ടികൾ സമ്മതിച്ചു കൊടുക്കാൻ എനിക്കറിയാൻ പറ്റും. സാബു എവിടെയടേ? നീ വരാമെന്ന് കുറേ നേരം ആയല്ലേ? ആ ഇവിടെ കയറി വരാ. കഥ കുറഞ്ഞു കയറിയോ? ബാബാ എവിടെ? എന്തൊരു സാധനം ഇവിടെ മതി. എന്തൊരു കറുത്തിരിക്കുന്നു ഈ കുട്ടിയൊക്കെ. ഊതറ സാധനം ഞങ്ങളത് ആ ഡീസന്റ് സാധനം അടിച്ചത് മാട്ട് വെള്ളം. പക്ഷെ എന്താ ചെയ്യുക, പിന്നെ അടിക്കാൻ ഇതിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. അണ്ണാ ചേച്ചിയില്ലേ? അത് പാർട്ടിക്ക് എങ്ങാണ്ട പോയിരിക്കും. ഒരു ആളുടെ കുറച്ച് ചിങ്കിടിയുണ്ട്, അങ്ങനെയായിട്ട് പോയിരിക്കുന്നു പാർട്ടിക്ക്. സാബു പിന്നെ എന്തിനിടയ്ക്കാണ് വിശേഷങ്ങൾ? അണ്ണാ നന്നായി പോകുന്ന. നീ മനുഷ്യമായിട്ട് എന്തിനിടപാട്? അണ്ണാ പഴയ ഒരു ഫ്രണ്ടാണ് അണ്ണാ. അതേ ആൾക്കുലത്തെ ടീമുകളാണ്. നീ കയറി ചെന്ന് തല വെച്ച് കൊടുത്ത അവസാനം നാറേണ്ടി വരും. ഈ മനീഷ് എന്തോ ആക്ച്വലി സെറ്റപ്പ്. രാവിലെ ഫേസ്ബുക്ക് തുറന്ന് അവന്റെ മോന്തയാണ് കാണുന്നത്. അവനെന്താ വണ്ടി കച്ചവടം വല്ലതും ഉണ്ടാ? എന്തിനു വണ്ടി ഇത്? എന്തിനു വണ്ടിയൊന്നും കണ്ടിട്ടില്ല ആൾക്കാർ. ചുമ്മാ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ കണ്ടോണ്ട് മനുഷ്യന് എവിടെ സമയം ഇരിക്കുന്നു? നിനക്ക് വണ്ടി എടുത്ത് വണ്ടിയില്ലാതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അവന് ഈ വണ്ടി കച്ചവടം ഉണ്ട് എന്നുള്ളത് നേരാണ്. അത് അല്ലാതെ വേറെയും കുറച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ട്, ഉള്ളത് പറയാലോ. അത് അണ്ണാ അവനൊരു ജനകീയനാവാനുള്ള ഒരു പരിപാടിയാണ്. ആൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫേമസ് ആയിട്ട് ആൾക്ക് വേറെ കുറേ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അത്രേ ഉള്ളൂ. ഹലോ എന്തടി? ഹലോ അണ്ണ, എന്തൊക്കെ പരിപാടികള്? പരിപാടിയൊന്നും ഇല്ല. രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നു. സാബു വന്നിട്ടുണ്ട്, രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നു. പരിപാടിയൊന്നും ഇല്ല. അണ്ണ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കുടിക്കണത്? ശരീരത്തിനൊക്കെ കേടല്ലേ? കുറച്ചൊക്കെ മയത്തിനൊക്കെ ചെയ്യേ. രണ്ടോ മൂന്നെണ്ണാണ് വേറെ തിരിച്ചു അടിച്ചപ്പോ എന്തിനാ? അണ്ണ എന്തൊരു പറയണ കേളണ്ണ.
എടി നീ വരുമ്പം അത് ഇച്ചിരി പായസം അത് ഇച്ചിരി ഒരു നമ്പറിൽ ഇച്ചിരി പായസം ഇങ്ങനെ എടുത്തുണ്ടെന്ന്. അതിൻ്റെ കൂടെ പായസവും കൂടെയാ? എന്തൊരു ഞാൻ നോക്കട്ടെ. ശരി എന്നാ. അണ്ണ ഒരു കാര്യം ഉണ്ടായിരുന്നു. പറ. നമ്മുടെ പയ്യന് ഒരു ജോലി സെറ്റാക്കി കൊടുക്കണം. ഇത്രയല്ലേ ഉള്ളു കാര്യം. നീ വിട്, നമുക്കത് ചെയ്തു തരാല്ലേ. ഇത്രയല്ലേ ഉള്ളു കാര്യം. അത്രേ ഉള്ളൂ. നീ അത് വിട്, അത് കള.